ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് SCERT ഹിസ്റ്ററി ആണ്. SCERT ഹിസ്റ്ററിയിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ എക്സാമും നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ന്യൂ പാറ്റേൺ ചോദ്യങ്ങളും എല്ലാം പറയുന്ന രീതിയിലാണ് ആ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിംസ്, VFA, ബെഫ്കോ, LD പോലുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള 10th ലെവൽ പ്രിലിംസ്, +2 മെയിൻസ്, ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിന്റ്സും പറയുന്ന ഒരു ക്ലാസ് ആണ്. ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ നോട്ട് എഴുതുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ടെലഗ്രാം ചാനലിലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ ആണ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് 10ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഒരു കുറിപ്പാണ്. ബ്രിട്ടീഷ് ഭരണം ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കുറിപ്പ്. ജസ്റ്റ് ഒന്ന് നോക്കാം. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിന്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരന്തങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. ഓക്കെ, അപ്പോ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ബഹിഷ്കരിച്ചത് സൂചിപ്പിക്കുന്നതും അതുപോലെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ ബാധിച്ചതുമാണ് ഈ ഒരു കുറിപ്പില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ, അതായത് ആ 7ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. അപ്പൊ അവരുടെ മാർഗം എന്ന് പറയുന്നത് സൈനിക ശക്തി, അവർക്ക് ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. കൂടാതെ നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1757 1ാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ആരുടെ കീഴിലായത്? ബ്രിട്ടീഷുകാരുടെ കീഴിലായത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1757 1ാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവ്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ ഏകദേശം 63% പ്രദേശമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലായിരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം 63%. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഇതായിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ ഒരു ഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ്. 1857 ആ കാലയളവില് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ് ഈ യെല്ലോ കളറിൽ എന്ത് ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പാക്കിയത്. അപ്പോ എന്തൊക്കെയാണ് നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥ, അത് എവിടെയൊക്കെയാണ് നടപ്പാക്കിയത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിള്. അപ്പോ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥയും എവിടെയൊക്കെയാണ് നടപ്പാക്കിയത് എന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ, ഇതൊക്കെയാണ് ഭൂനികുതി വ്യവസ്ഥകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. മഹൽവാരി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി ബംഗാൾ, ബീഹാർ, ഒറീസ. റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ.
മഹൽവാരി, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രസ്താവന രൂപത്തിൽ PSC ചോദിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഉൾപ്പെട്ടതേത്, ഉൾപ്പെടാത്തതേത്? അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. അതിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സെമീന്ദാർമാരാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥരും ആര് തന്നെയാണ്? ജമീന്ദാർമാർ ആയിരുന്നു. ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. വിളവിന്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും അവരെന്ത് ചെയ്യണം? നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായിട്ട് നൽകിയിരുന്നത്. അത് മാറ്റിയിട്ട് പണമായിട്ടാണ് നികുതി നൽകാൻ വേണ്ടി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം വന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അപ്പൊ ഇവിടെ ജമീന്ദാർമാരാണ് മുഖ്യ പങ്ക് വഹിച്ചത് നികുതി പിരിക്കുന്നതിൽ. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലീസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ കോൺവാലീസ് പ്രഭു. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരെയാണ് എന്തെന്ന് വിളിച്ചിരുന്നത്? റൈറ്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ റൈറ്റ് വാരി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? ദക്ഷിണേന്ത്യയിലാണെന്ന് പറഞ്ഞു. അപ്പൊ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മഹൽ എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും പ്രത്യേകത ക്ലിയർ ആയല്ലോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ നമ്മളോട് പറഞ്ഞു. അത് നടപ്പിലാക്കിയത് ആരാണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലീസ് പ്രഭുവാണ്. ഇനി ദക്ഷിണേന്ത്യയിലാണ് റൈറ്റ് വാരി വ്യവസ്ഥ നിലനിന്നിരുന്നത്. കർഷകരെയാണ് റൈറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ ആരും ജമീന്ദാർമാരും അങ്ങനെ ആരും ഇല്ല. നേരിട്ട് തന്നെയാണ് കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത്. വളരെ കൂടിയ നികുതി, അമിതമായ നികുതി നിരക്ക് തന്നെയാണ് കർഷകരുടെ മേൽ അടിച്ചമർത്തിയത്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഗ്രാമത്തെയാണ് മഹൽ എന്ന് വിളിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ള പലിശക്കാരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ കൊള്ള പലിശക്കാരിൽ നിന്നും കടം വാങ്ങിയിരുന്നത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്നും ഈ കൊള്ള പലിശക്കാർ ഈടാക്കിയിരുന്നത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി ആര് കൈയടക്കി? കൊള്ള പലിശക്കാർ കൈയടക്കി. ഓക്കെ, ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിന്റെയും ഗ്രാമത്തിന്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തിരുന്ന കർഷകരെ നീലം, പരുത്തി, ചണം മുതലായവ കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ ഭക്ഷ്യവിളകൾക്ക് പകരം അവരെ നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർ വിപണി ലക്ഷ്യമാക്കി കർഷകരെ കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഭക്ഷ്യവിളകൾക്ക് പകരം അവരെ നാണ്യവിളകളാണ് വൻതോതിൽ കൃഷി ചെയ്തിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു. മാത്രമല്ല നികുതി പണമായിട്ട് തന്നെ കൊടുക്കണം. നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടി കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ നീലം, പരുത്തി, ചണം, കരിമ്പ്, തേയില, ഗോതമ്പ് മുതലായ വിളകളാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത്. അപ്പൊ നീലം കൂടുതലായിട്ട് ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നത്. നീലം കർഷകർ ബംഗാൾ, ബീഹാർ. പരുത്തി എവിടെയാണ്? മഹാരാഷ്ട്ര, പഞ്ചാബ്
എന്നീ പ്രദേശങ്ങളിലാണ് പരുത്തി കൃഷി നടത്തിയിരുന്നത്. കരിമ്പ് ഉത്തർപ്രദേശിലും, തേയില ആസാമിലും കേരളത്തിലും, ചണം ബംഗാളില്, ഗോതമ്പ് പഞ്ചാബില്. ഓക്കെ, അപ്പൊ നീലം ബംഗാൾ ബീഹാർ, പരുത്തി മഹാരാഷ്ട്ര പഞ്ചാബ്, കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം കേരളം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. അങ്ങനെ ഇരിക്കെ നീലം കർഷകർ കലാപത്തിനിറങ്ങി. എന്താണ് കലാപത്തിനുണ്ടായ കാരണം നോക്കാം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നീലം ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. അതുകൊണ്ട് തുണികൾക്ക് നിറം നൽകാൻ വേണ്ടിയിട്ട് നീലമാണ് ഉപയോഗിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതോടെ നീലത്തിന്റെ ആവശ്യവും എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കാരണം അവർക്ക് നീലത്തിന്റെ ആവശ്യം വന്നു. ഈ വ്യാവസായിക വിപ്ലവമൊക്കെ വന്നപ്പോഴത്തേക്കും നീലത്തിന്റെ ആവശ്യം വർദ്ധിച്ചതുകൊണ്ട് ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. അപ്പൊ കർഷകർക്ക് വൻതുക മുൻകൂറായിട്ട് നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങി നീലം വ്യാപകമായിട്ട് കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തന്റെ കൃഷിയിടത്തിന് നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിന്റെ ഏറ്റവും ഫലഭൂഷ്ടമായ ഭാഗത്ത് തന്നെ എന്ത് ചെയ്യണമായിരുന്നു? നീലം കൃഷി ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തുകൂടി നീലം കൃഷിയാണ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ വിളവെടുപ്പ് കാലം വന്നപ്പോൾ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. അപ്പോ ഇതാണ് ഇവരെ കലാപത്തിന് പ്രേരിപ്പിച്ചത്. കൂടാതെ പിന്നീടുള്ള കാലം വന്നപ്പോൾ കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടുകൂടി തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. അതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൂടുതൽ ദുരിതത്തിലാക്കി. അവരുടെ നീലം ആർക്കും വേണ്ടാതായി. കൃത്രിമ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വന്നതോടുകൂടി ഈ നാച്ചുറൽ കളേഴ്സ് വേണ്ടാതെയായി. അങ്ങനെ 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. വർഷം ഓർത്തിരിക്കാം, 1859. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെ പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശത്തെത്തി. ആർക്ക് പിന്തുണ നൽകി? ഈ കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻ ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ നീലം കർഷകരുടെ സമരം നടന്നത്, നീലം കർഷക കലാപം 1859. പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ചോദിച്ചാൽ ബംഗാൾ. പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണ്? ബംഗാൾ. ഇനി ഈ ഇൻഡിഗോ കലാപം അഥവാ നീലം കലാപത്തിന്റെ പ്രധാന നേതാക്കളുടെ പേരും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദിഗംബർ ബിശ്വാസും ബിഷ്ണു ബിശ്വാസും. ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ഓക്കെ, അടുത്ത പോയിന്റ്, കർഷക കലാപങ്ങൾ കേരളത്തിലും. അപ്പൊ കേരളത്തിലുണ്ടായ കർഷക കലാപങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് എന്ത് നടന്നത്? കലാപം നടന്നത്. ജന്മിമാർക്ക് എതിരെ. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. അപ്പം ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. മാപ്പിളമാരായിരുന്നു. അപ്പൊ മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്ന് വിളിച്ചത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപം മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടു. അപ്പൊ മാപ്പിള കലാപങ്ങൾ നടന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപമാണ് ഏത്? മാപ്പിള കലാപം. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി
MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിച്ചു. MSP എന്ന് പറഞ്ഞാൽ മലബാർ സ്പെഷ്യൽ പോലീസ്. ഓക്കെ, അപ്പൊ 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിച്ചു. തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ എന്ന കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായ സാഹചര്യത്തിൽ മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗത്തിന്റെ പേരാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. പിന്നെ മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമാണ് കലാപത്തിന് കാരണം എന്ന് കണ്ടെത്തി. ഇനി ഇവിടെ കനോലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരാണ് കനോലി? മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പൊ കനോലി ആരായിരുന്നു? മാപ്പിള കലാപകാലത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. ഇദ്ദേഹത്തെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചിട്ട് ഈ കലാപകാരികളെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. അപ്പൊ മാപ്പിള കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ കനോലിയാണെന്ന് ഓർക്കുക. അടുത്തത് കാടുകൾ കലാപഭൂമിയാകുന്നു. അപ്പോ സാന്താൾ കലാപത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യം ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന കുന്നുകളാണ് രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന കുന്നുകളാണ് രാജ്മഹൽ കുന്നുകൾ. ഇവിടുത്തെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു സാന്താൾമാർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളവും നഷ്ടപ്പെട്ടു. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കീഴടക്കി. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ദു കാൻഹു, നേതാക്കന്മാരുടെ പേര് ഓർക്കാം, സിദ്ദു കാൻഹുവിന്റെ നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരായ പോരാട്ട വേദിയായി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. അപ്പൊ സാന്താൾ കലാപം എന്ന് പറയുന്ന ഒരു ഗോത്ര കലാപമായിരുന്നു. ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. അപ്പൊ 1855 എന്ന് നടന്നത് സാന്താൾ കലാപം നടന്നത്. അപ്പോ സാന്താൾ കലാപം നടന്നത് 1855. ഇതൊരു സ്റ്റാമ്പാണ്. ഈ സ്റ്റാമ്പ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ദുവിനെയും കാൻഹുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. അപ്പൊ സിദ്ദുവിന്റെ ഫുൾ നെയിം സിദ്ദു മുർമു, കാൻഹുവിന്റെ ഫുൾ നെയിം കാൻഹു മുർമു. ഇത് പുറത്തിറങ്ങിയ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് 2002. 2002 പുറത്തിറങ്ങിയത്. അടുത്ത കലാപമാണ് കുറിച്യ കലാപം. അപ്പൊ കുറിച്യ കലാപം നടന്ന വർഷം 1812. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പൊ വയനാട്ടിലാണ് കുറിച്യ കലാപം നടന്നത്. അതും ഒരു ഗോത്ര കലാപമാണ്. അപ്പൊ സാന്താൾ കലാപവും ഗോത്ര കലാപമാണ്, കുറിച്യ കലാപവും ഗോത്ര കലാപമാണ്. വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. അപ്പൊ കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. 1812 ഈ കലാപം നടന്നത്. ഈ കലാപം ഉണ്ടാകാനിടയായ കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. ആദ്യത്തേത്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണം. നികുതിയുടെ പേരിലാണ് കുറിച്യ കലാപം നടന്നത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കുറിച്യ കലാപം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ രാമനമ്പിയുടെ നേതൃത്വത്തിലാണ്. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി. ഈ ഒരു കോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അന്നത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ ആണ്.
എന്താണ് പറഞ്ഞത്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇത് കുറിച്യ കലാപത്തെ പറ്റി തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ പറഞ്ഞതാണ്. 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ ഒരുപാട് ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഏതൊക്കെ? ഒന്ന്, പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. അപ്പൊ ഇതൊക്കെ ഗോത്ര കലാപങ്ങളാണെന്ന് ഓർത്തിരിക്കുക. പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം മുതലായവ ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണമാണ്. ബാക്കി രണ്ടെണ്ണം ഏതൊക്കെയാണ്? സാന്താൾ കലാപവും കുറിച്യ കലാപവും. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെ കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളും കൂടി ഒന്ന് നോക്കാം. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് എന്ന് പറഞ്ഞത് ആര്? ചരിത്രകാരനായ കെ സുരേഷ് സിംഗ്. ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് ആണ് ഇപ്രകാരം പറഞ്ഞത് ഗോത്ര കലാപങ്ങളെ പറ്റി. അടുത്തത്, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. വില്യം ബെന്റിക് പ്രഭുവിന്റെ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ കോട്ട്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? വില്യം ബെന്റിക് പ്രഭു. 1834-35 കാലഘട്ടത്തിൽ. ഓക്കെ, ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. അപ്പോ എങ്ങനെയാണ് ബ്രിട്ടീഷ് നയങ്ങൾ കരകൗശല വ്യവസായത്തെ നശിപ്പിച്ചത്? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണിത്തരങ്ങളുടെ നാശത്തിനുള്ള പ്രധാന കാരണം. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ അത് വിറ്റഴിഞ്ഞു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരത്തിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അപ്പോൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്തു ജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. അത് കാരണം അവരെന്ത് ചെയ്തു? മറ്റ് ജോലികൾ തേടിപ്പോയി. ഇതാണ് ഇവരെ തുണി വ്യവസായം അതുപോലെ കരകൗശല വ്യവസായത്തിലൊക്കെ ബ്രിട്ടീഷ് നയങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ കർഷകരെ വേറെ ജോലികളിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ച കാരണങ്ങൾ. ഇപ്പോൾ കാരണങ്ങൾ എന്തൊക്കെയാണ്? അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, അതുപോലെ അമിത നികുതി ചുമത്തിയത്, ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വില കുറച്ച് ഇന്ത്യയിൽ വിറ്റഴിച്ചത് മുതലായവയൊക്കെയാണ്. ഓക്കെ, തുണി വ്യവസായത്തിന്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇതൊന്ന് ഓർത്തിരിക്കുക. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ എന്തുണ്ടാക്കി? വർധനവ് ഉണ്ടാക്കി. തുണിത്തര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളികൾ കൃഷിയിലേക്ക് തിരിയുകയും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമിയെ ചെറിയ തുണ്ടുകളാക്കി മാറ്റി. ഉൽപാദനം മുരടിപ്പായിരുന്നു ഇതിന്റെ പ്രത്യക്ഷമായ ഫലം. ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. അപ്പോൾ ഗ്രാമീണ വ്യവസായവും അതിന്റെ തകർച്ചയുടെ കാരണങ്ങളുമാണ് കാണിക്കുന്നത്. മൺപാത്ര നിർമ്മാണം, ഇത് തകരാനുണ്ടായ കാരണം എന്താണ്? അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ്. തുകൽപ്പണി, തകർച്ചയുടെ കാരണം അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി.
മരപ്പണി, ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മുതലായവയാണ് ഈ ഓരോ ഗ്രാമീണ വ്യവസായങ്ങളും തകരാനുണ്ടായ കാരണങ്ങൾ. ഓക്കെ, ഇനി ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായമാണ് ആദ്യമായിട്ട് ഇവര് സ്ഥാപിച്ചത്. പിന്നീട് പയ്യെ പയ്യെ തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ മുതലായ വ്യവസായങ്ങളും ആരംഭിച്ചു. ആദ്യമായിട്ട് ആരംഭിച്ചത് എന്താണ്? തോട്ടം വ്യവസായം. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എപ്പോഴും ചൂഷണം, തൊഴിലാളികളെ നല്ല രീതിയിൽ തന്നെ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മണിക്കൂറുകളോളം അവർക്ക് ജോലി സമയം ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞ കൂലിയെ നൽകിയിരുന്നുള്ളൂ. അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളാണ് ഈ തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. ഓക്കെ, എന്നിവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമില്ല് തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമില്ല് തൊഴിലാളികളുടെയും സമരം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ബോംബെയിലെ തുണിമില്ല് തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമില്ല് തൊഴിലാളികളുടെയും സമരം ഇതിന് ഉദാഹരണമാണ്. ഇനി ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതത്തെ പറ്റി ജർഗൻ കുസിയാസ്കി, ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കി പറഞ്ഞ വാക്കുകൾ ഒന്ന് നോക്കുക. വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞത് ആര്? ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കോട്ടാണ്. ജർഗൻ കുസിയാസ്കി, ജർമ്മൻ സാഹിത്യകാരൻ, ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കി പറഞ്ഞ വാക്കുകളാണ് ഇത്. ഓക്കെ, ഇപ്പൊ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ നമ്മൾ ഇതൊക്കെ 7th സ്റ്റാൻഡേർഡിലെ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു വിപുലമായ വേർഷനാണ് ഉള്ളത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ എത്തി. ഇവിടെ ആദ്യം ഒരു വിവരണം നൽകിയിട്ടുണ്ട്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിന്റെ വിവരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഒന്ന് നോക്കാം. 1857 മെയ് മാസം 11 പുലർക്കാലം. മെയ് 10 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തി. അവരിൽ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പോ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മീററ്റിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനവുമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതിയതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രചരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ്. ആദ്യമായിട്ട് ഈ ശിപ്പായിമാരെ പ്രകോപിപ്പിച്ച കാരണങ്ങളാണ് പറയുന്നത്. ശേഷം പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിലെ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ. രാജാക്കന്മാരായ കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. ആരൊക്കെയാണ് കലാപത്തിൽ ഏർപ്പെട്ട ആൾക്കാർ നോക്കാം. ഇപ്പൊ രാജാക്കന്മാരും ശിപ്പായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി.
ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അപ്പൊ അവധില് സമരം നയിച്ചത് ആരാണ്, കലാപം നയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബീഗം ഹസ്രത് മഹൽ ആണെന്നും കൂടി ഓർക്കുക. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ഈ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കൾക്കും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ആരെയാണ് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹിയില് ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്, ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള മുതലായവരാണ് നേതൃത്വം നൽകിയത്. ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്, ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. അപ്പോ ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. അപ്പം 1887 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്താണ് പ്രധാനപ്പെട്ട മാറ്റം? ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേരാണ് മരിച്ചത്. ഇവിടെ കണ്ടോ, ബംഗാൾ ക്ഷാമത്തിന്റെ ദുരിതം അനുഭവിച്ചവരുടെ ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു അവരെ അനുഭവിച്ചിരുന്നത്. ഇനി ഈ ചൂഷണം തിരിച്ചറിഞ്ഞുണ്ടായ കുറച്ച് പ്രസ്ഥാനങ്ങളാണ് പറയുന്നത്. ചൂഷണം തിരിച്ചറിയുന്നു. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതിമത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. അങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് INC രൂപീകരിച്ചത്. അപ്പോൾ 72 പ്രതിനിധികളാണ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 72 പ്രതിനിധികൾ 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചത് INC ആയിരുന്നു. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് രൂപീകരിച്ചു. രൂപീകരണ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. 1885 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് INC ആയിരുന്നു കൂടി ഓർക്കുക. ഇനിയുള്ള പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന നിഗമനങ്ങളെ കുറിച്ച് അദ്ദേഹം പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പൊ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ദാദാഭായ് നവറോജി. അതിലാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് എങ്ങനെയൊക്കെയാണ് ചോർന്നത്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഒന്നാമത്തത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും രണ്ടാമത്തത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വരെ അവർക്ക് ലഭിച്ച ലാഭം മൂന്നാമത്തത്. ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുക്കുന്ന നികുതി. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്തത്? ചോർന്നുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്നത് സംബന്ധിച്ച സാധാരണക്കാരന് അവബോധം ഉണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, RC ദത്ത്, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ ഇവരൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു.
തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഓക്കെ, അങ്ങനെ കുറച്ച് ബാക്കി എന്ത് ചെയ്തു, പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നു. ഒന്നാമത്തേതാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം. അപ്പൊ എന്താണ് സ്വദേശി പ്രസ്ഥാനം? സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യുക, പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതും അതുപോലെ തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എന്താണ് ബംഗാൾ വിഭജനം? അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. PSC 1 മാർക്ക് ചോദ്യമാണ്. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചത്. ഈ ഒരു ബോക്സിൽ നിന്ന് എന്തുമാത്രം ചോദ്യങ്ങളാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ബംഗാളിനെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചത്. 1905 ബംഗാളിനെ വിഭജിച്ചത്. ആരാണ് വിഭജിച്ചത്? കഴ്സൺ പ്രഭു. ഓക്കെ, അപ്പൊ സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായിട്ട് കത്തിച്ചു. ഏത് സമരം? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടു. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, ഓർക്കുക, ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. അപ്പൊ ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് ഏത് കാലത്താണ്? സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അക്കാലത്ത് എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അപ്പോ ഇവിടെ ഒരാളെ പറ്റി പറയുന്നുണ്ട്, കപ്പലോട്ടിയ തമിഴൻ. ഇത് +2 പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത VO ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആര്? VO ചിദംബരം പിള്ള. അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം ഈ ഒരു കമ്പനി ആരംഭിച്ചത്. ഓക്കെ, സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുകയില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്ത് നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിന്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. ഇവർ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ലാൽ ബാൽ പാൽ. PSC 1 മാർക്ക് ചോദ്യമാണ്. ലാൽ ബാൽ പാൽ എന്നിവരിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവരിൽ ആരാണ് എന്ന് തന്നിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേര് അവർ കൊടുക്കും. ഓക്കെ, അപ്പൊ ലാൽ ബാൽ പാൽ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ലാൽ എന്ന് പറയുമ്പോൾ ലാലാ ലജ്പത് റായ്, പാൽ എന്ന് പറയുമ്പോൾ ബിപിൻ ചന്ദ്ര പാൽ, ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ എന്നിവരാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്ക് വഹിച്ചു. അതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൺ വിശേഷിപ്പിച്ചു. അതും 1 മാർക്ക് ചോദ്യം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. എന്ന് വിശേഷിപ്പിച്ചത് ആര്? വാലന്റൈൻ ഷിറോൺ. ഓക്കെ,
അപ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് എങ്ങനെയെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു സംഗ്രഹം എങ്ങനെ പറയാം? ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും, ഭൂനികുതി വ്യവസ്ഥകൾ 3 ടൈപ്പ്: ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി, മഹൽവാരി. അതില് നീലം കലാപം, മാപ്പിള കലാപം, സാന്താൾ കലാപം, കുറിച്യ കലാപം. തുണിത്തര വ്യവസായത്തിന്റെ തകർച്ചയില് ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ച, വ്യവസായ തൊഴിലാളികളുടെ ദാരിദ്ര്യം. 1857 കലാപത്തിന്റെ കാരണങ്ങൾ, ആദ്യകാല ദേശീയ നേതാക്കൾ, ചോർച്ചാ സിദ്ധാന്തം, സ്വദേശി പ്രസ്ഥാനം, ദേശീയതയുടെ വളർച്ച. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ഇതിന്റെ എക്സസൈസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കോളം എയും കോളം ബിയും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കോളം എയില് സാന്താൾ കലാപം, മാപ്പിള കലാപം, കുറിച്യ കലാപം, ചോർച്ചാ സിദ്ധാന്തം. കോളം ബിയില് മലബാർ, ദാദാഭായ് നവറോജി, രാജ്മഹൽ കുന്നുകൾ, വയനാട്. നോക്കാം. സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകളിലാണ് നടന്നത്. മാപ്പിള കലാപങ്ങൾ എവിടെയാണ്? മലബാറിലാണ് അരങ്ങേറിയത്. കുറിച്യ കലാപം വയനാട്, ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകൾ, മാപ്പിള കലാപം മലബാർ, കുറിച്യ കലാപം വയനാട്, ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ SCERT ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് പോളിന്റെ രൂപത്തിൽ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കയറി ഒന്ന് അറ്റൻഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് ആവട്ടെ, +2 മെയിൻസ് ആവട്ടെ, ഡിഗ്രി മെയിൻസ് ആവട്ടെ, ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷയ്ക്കും SCERTയിലെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകാവൂ. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വീണ്ടും കാണാം. താങ്ക് യു.